5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എന്റെ രാമനും വേടന്റെ രാമനും. എന്റെ രാമൻ എന്ന് പറയുന്നത് സ്വത്വബോധത്തിലൂന്നിയ വാൽമീകിയുടെ ബോധമണ്ഡലത്തിൽ ഉദിച്ച മഹാനുഭാവനായ മര്യാദ പുരുഷോത്തമനാണ്. സത്യത്തിന് വേണ്ടി ഏതുവരെ പോകാൻ കഴിയുമെന്നൊരു മനുഷ്യജന്മമെടുത്ത ഒരാളിന് സത്യത്തിന് വേണ്ടി ഏതുവരെ പോകാമെന്ന് മനുഷ്യജന്മത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് രത്നാകരനായിരുന്ന പേരുകൊണ്ട് പേര് തന്നെ രത്നാകരൻ എന്നാണ്. അത് തന്നെ ഒരു അത്ഭുത പേരാണ്, നല്ല പേരാണ്. ആ രത്നാകരനായിരുന്ന വേടന്റെ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട രത്നാകരൻ തപസ് കൊണ്ട് തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് താൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം ഋഷിമാരിൽ മോഷ്ടിക്കുമ്പോൾ കൊള്ളയടിക്കുമ്പോൾ അവർ ചോദിച്ചു, ഇതിൻ്റെ ഫലം താങ്കൾ മാത്രമാണോ വീട്ടുകാർ അനുഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ സംശയം, അതെന്താ ഭാര്യയോട് അനുഭവിക്കുന്നുവെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് ഞാനിത് അനുഭവിക്കില്ല, ആരാണോ താൻ ചെയ്യുന്ന അതിൻ്റെ കർമ്മഫലം അവരവർ തന്നെ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ബോധോദയം ഉണ്ടായി നേരെ പോയി അദ്ദേഹം തപസ്സിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്തുകൂടി ചിതൽപുറ്റ് വരെ വന്നു, വാൽമീകം വന്നു. വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്ന ആളാണ് വാൽമീകി. അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. നാരദനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എഴുതിയ കഥയാണ് രാമായണം എന്ന് പറയുന്നു. അത്ര മനോഹരമായ ഒരു കഥ അല്ലെങ്കിൽ കഥാ സന്ദർഭം ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നോ അയോധ്യയിൽ നിന്നോ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ നിന്നോ ഒക്കെ ഉള്ള ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ത്രെഡ് എടുത്തുകൊണ്ട് എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കാം. എന്തായാലും രാമനെ കുറിച്ച് പറയുന്നത് രാമൻ ഒരു മര്യാദാ പുരുഷോത്തമനാണ്. ഒന്നാമത്തെ കാര്യം എന്നെ സംബന്ധിച്ച്, എന്നെ എന്ന് പറയുമ്പോൾ ജനകോടികളെ സംബന്ധിച്ചും അതുകൊണ്ടാണല്ലോ അവർ രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുന്നത്. ദുഃഖനിവർത്തിക്കായിട്ടും സത്യത്തിന് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയൊക്കെ നിന്ന് രാമനെ വായിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ രാമൻ മര്യാദ പുരുഷോത്തമനാണ്. സത്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന ആള് രാമൻ. അതുപോലെ തന്നെ രാമന്റെ ഓരോ ചിന്തകളും അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടിയാണ് ചെയ്തത്. കാട്ടിലേക്ക് പോകുന്നത് അച്ഛൻ കൊടുത്ത വാക്ക്, തൻ്റെ പിതാവ് കൊടുത്ത ദശരഥൻ കൊടുത്ത വാക്കിനെ പാലിക്കണമെന്നുള്ളത് കൊണ്ട്, കൈകേയിക്ക് കൊടുത്ത വാക്കിനെ പാലിക്കണമെന്നുള്ളത് കൊണ്ട് ഭരതനും അതുപോലെ തന്നെ ലക്ഷ്മണനും ബാക്കിയുള്ളവരും സീതയും ഉൾപ്പെടെ എല്ലാവരും രാമനോട് കാട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടും തൻ്റെ പിതാവിൻ്റെ ശപഥം നിർണയിക്കാൻ വേണ്ടി, അത് നിശ്ചയിക്കാൻ വേണ്ടി, അത് പൂർത്തീകരിക്കാൻ വേണ്ടി രാമൻ കാട്ടിലേക്ക് പോകുന്നുണ്ട്. 14 വർഷം കാട്ടിൽ താമസിക്കുന്നുണ്ട്. സീത എന്ന് പറയുന്ന സ്ത്രീയെ, തൻ്റെ പതിയെ, തൻ്റെ പത്നിയെ രാവണൻ കട്ടുകൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴും സീതയെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അതിനുശേഷം വീണ്ടും അവിടെ അലക്കുകാരുടെ ഇടയിൽ നടക്കുന്ന സംഭാഷണത്തിൽ സംശയം തോന്നി. ആ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ കഥ പറയാൻ നിൽക്കുന്നില്ല, അതിന് സമയം നമുക്ക് അനുവദിക്കുന്നില്ല, എല്ലാവർക്കും അറിയാനുള്ള കഥയാണ്. അതിലേക്ക് വരുമ്പോഴാണ് വീണ്ടും രാമന് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നു. തൻ്റെ സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ തനിക്ക് എങ്ങനെ കഴിയുമെന്ന് ദുഃഖിക്കുമ്പോൾ സീതയാണ് പറയുന്നത്, ഞാൻ മാറി നിൽക്കാം, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല തൽക്കാലം, ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കാം എന്ന് പറഞ്ഞാണ് സീത ആശ്രമത്തിലേക്ക് പോകുന്നത്. കണ്വാമുനിയുടെ ആശ്രമത്തിലേക്ക് സീത പോകും. അവിടെ വെച്ചാണ് ലവകുശന്മാരെ പ്രസവിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രം. അല്ലാതെ സീതയും രാമനും തമ്മിൽ, സീത പോകുമ്പോൾ രാമൻ കരയുന്ന രംഗം പറയുന്നുണ്ട്. രാമന്റെ കണ്ണുനീർ താഴേക്ക് രാമൻ ഒരു പച്ചയായ മനുഷ്യനാകുന്നുണ്ട് ചില നിമിഷങ്ങളിലെങ്കിലും. അദ്ദേഹം ഒരു വശത്ത് മര്യാദാ പുരുഷോത്തമനും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാകുമ്പോഴും ചില നിമിഷങ്ങളിൽ അദ്ദേഹം വളരെ പച്ചയായ ഒരു ഭർത്താവാകുന്നുണ്ട്, അച്ഛനാകുന്നുണ്ട്, ചേട്ടനാകുന്നുണ്ട്, ഒരു കുടുംബക്കാരനാകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ രാമായണത്തിൽ കാണുകയാണ്. അത്ര മനോഹരമായ രാമായണത്തിലെ രാമനെ വേടൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ പാതകമാണ്, വലിയ തെറ്റാണ്. രാമനെ അറിയില്ല, രാവണനെ അറിയാമെന്ന് കൂടെ പറയുമ്പോൾ നിങ്ങൾ ഇരട്ടി പാതകമാണ് ചെയ്യുന്നത്. രാവണനെ നിങ്ങൾക്കറിയാം, രാവണനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ രാമനെ നിങ്ങൾ തള്ളിപ്പറയും. നിങ്ങൾ BJPയെ തള്ളിപ്പറഞ്ഞോളൂ, RSSനെ തള്ളിപ്പറഞ്ഞോളൂ, സംഘപരിവാറിനെ തള്ളിപ്പറഞ്ഞോളൂ, അതെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയം, അതിലൊന്നും എനിക്ക് താല്പര്യമല്ല. പക്ഷേ രാമനെ തൊടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. രാമൻ എന്ന് പറയുന്നത് 300-ലധികം രാമായണം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, തമിഴിൽ രാമായണമുണ്ട്. എത്ര തരത്തിലാണ് രാമായണത്തെ ആളുകൾ കാണുന്നത്. മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഭാര്യയെ വളരെ തൻ്റെ നീതിബോധത്തിൻ്റെയും തൻ്റെ സത്യത്തിനും വേണ്ടി നിലനിൽക്കാൻ വളരെ സ്നേഹപൂർവ്വം ഭാര്യയെ സങ്കടത്തോടു കൂടിയും അതേസമയം സ്നേഹത്തോടും കൂടി നമ്മുടെ മറ്റൊരാശ്രമത്തിലേക്ക് പറഞ്ഞു വിട്ട രാമനെ നിങ്ങൾ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി വേടനൊന്ന് ചിന്തിക്കാത്തന്തേ, ജനകോടികളുടെ ഹൃദയത്തിലെ ദൈവത്തിന് തുല്യമായിട്ടല്ലേ രാമനെ കാണുന്നതവർ? അയോധ്യയിലേക്ക് എത്ര ലക്ഷം ആളുകളാണ്, എത്ര കോടി ആളുകളാണ് അയോധ്യയിലേക്ക് പോകുന്നത്. ആപാദ ചൂടം അയോധ്യയിൽ പോയി ആളുകൾ നമസ്കരിക്കുകയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളും അതുപോലെ ലോക വിദേശ രാജ്യങ്ങളിലെ ആളുകളുമൊക്കെ രാമനെ കാണാൻ അയോധ്യയിലേക്ക് ഒഴുകുന്നത് വേടൻ കാണണ്ടേ? അങ്ങനെ ഒരു വലിയ സമൂഹം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന രാമനെ
അധിക്ഷേപിക്കുമ്പോൾ വേടൻ ചെറുതാവുകയാണ് ചെയ്യുന്നത്. വലിയ ആളുകളെ നമ്മൾ കല്ലെടുത്തെറിയുമ്പോൾ നമ്മളും വലുതാകുമെന്ന് ചിലപ്പോൾ തോന്നിയാൽ അത് കാലം നമ്മളെ ചെറുതായി തന്നെയായിരിക്കും വേടൻ കാണുന്നത്. ഒരു കാരണവശാലും വേടൻ ആ പറഞ്ഞത് ശരിയായില്ല. വേടൻ അത് തിരുത്തണം. വേടൻ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്, ഇൻ്റർവ്യൂകൾ വരും. വേടൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളാണ്. രാമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെയാണ് താങ്കൾ രാവണനെ അറിയുന്നതെന്നുള്ളത് വളരെ വിഷയമാണ്. നിങ്ങൾ രാമനോട് എനിക്ക് താല്പര്യമില്ല, രാമനേക്കാൾ എനിക്ക് ഇഷ്ടം രാവണനാണെന്ന് പറയാം, പക്ഷെ രാമനെ അറിയില്ല എന്ന് വേടൻ പറയുമ്പോൾ അതൊരു വല്ലാത്ത അറിവുകേടാണ്. വേടൻ തീർച്ചയായിട്ടും അത് തിരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം.